guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്കോളി ജീനോം പ്രൊജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ MSc ബോട്ടണി ആ ഒരു കോഴ്സിൽ വന്നിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇക്കോളി ജീനോം പ്രൊജക്റ്റ് എന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നിങ്ങൾ ഒരുപാട് നോട്ട്സൊക്കെ തപ്പി നടന്നിട്ടുണ്ടായിരിക്കും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. നോട്ട്സ് കിട്ടാൻ കുറച്ച് പാടാണ്. ഓൾറെഡി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോട്ട്സ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ടോപ്പിക് എന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിലബസിൽ പല ജീനോം പ്രോജക്ട്സ് ഉണ്ടല്ലേ, എല്ലാം ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ 1, 2, 3 ജീനോം പ്രോജക്ട്സ് ഒക്കെ ഒന്നിച്ചായിരിക്കും, ചിലപ്പോൾ മൊത്തത്തിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇനി അഥവാ 1 മാർക്ക് 1 വെയിറ്റേജിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഇക്കോളി ജീനോം പ്രോജക്റ്റ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ കൊളാബറേറ്റീവ് എഫേർട്ട്. അപ്പോൾ ഈ ഒരു ഇക്കോളി ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഒരു ഇൻ്റർനാഷണൽ കൊളാബറേറ്റീവ് എഫേർട്ടാണ്. എന്തിനു വേണ്ടിയിട്ട് ചെയ്തത്? ടു സീക്വൻസ് ദ എൻറ്റയർ ജീനോം ഓഫ് ബാക്ടീരിയം എസ്റ്റേറിയ കോളൈ. അതായത് നമ്മുടെ ഇക്കോളയുടെ കംപ്ലീറ്റ് ജീനോംസിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻറ്റയർ ജീനോമിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് ചെയ്തത്, ഇക്കോളി ജീനോം പ്രൊജക്റ്റ്. ദ പ്രൊജക്റ്റ് വാസ് ഇനിഷ്യേറ്റഡ്, അത് സ്റ്റാർട്ടായത് 1992-ലാണ്, പക്ഷേ കംപ്ലീറ്റ് ആയത് 1997-ലാണ്. ഈ ഇയറൊക്കെ ഓർത്തിരിക്കുക. 1992-ൽ സ്റ്റാർട്ടായിട്ട് 1997-ൽ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് നോട്ട്സ്, നമുക്ക് ഇതിനെപ്പറ്റിയിട്ട് കുറച്ച് നോട്ട്സ് നോക്കാം. ദ ജീനോം ഓഫ് ഇക്കോളി ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ ഓഫ് അപ്രോക്സിമേറ്റ്ലി 4.6 മില്യൺ ബേസ് പെയർസ്. അപ്പം നമുക്കറിയാം ഈ ഒരു നമ്മുടെ ഇക്കോളയുടെ ജീനോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഇത് എത്ര ബേസ് പെയർസ്? 4.6 മില്യൺ ബേസ് പെയർസ് ഉള്ള സർക്കുലർ DNA മോളിക്യൂൾസ് ആയിരിക്കും വന്നിട്ട് ഇക്കോളി ജീനോമിൽ വന്നിട്ട് പ്രസന്റ് ആയിരിക്കുക. The genome sequence was determined using a combination of ഈ ഒരു ജീനോം സീക്വൻസിങ് ചെയ്തത് എന്ത് വെച്ചിട്ടായിരിക്കും? നമ്മുടെ ഓട്ടോമേറ്റഡ് DNA സീക്വൻസിങ് മെഷീൻസും പിന്നെ അതുപോലെ തന്നെ യൂസിങ് മാനുവൽ ക്യൂറേഷൻ ഓഫ് റിസൾട്ടിങ് ഡേറ്റ. അപ്പോൾ എന്ത് മെത്തേഡ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻസിങ് നടത്തിയതെന്നുള്ളത് ഓർത്തിരിക്കുക. ഓട്ടോമേറ്റഡ് DNA സീക്വൻസിങ് മെഷീൻസും പിന്നെ അതുപോലെ മാനുവൽ ക്യൂറേഷൻ ഓഫ് റിസൾട്ടിങ്, ആ ഒരു ഡേറ്റയുടെ മാനുവൽ ക്യൂറേഷൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആ ഒരു എൻറ്റയർ ജീനോം വന്നിട്ട് സീക്വൻസ് ചെയ്തത്. Then the project generated a wealth ഓഫ് ഡേറ്റ ദാറ്റ് ഹാസ് ബീൻ യൂസ് ടു സ്റ്റഡി ദ ബയോളജി. അപ്പോൾ ഈ കിട്ടിയ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി? ഈ ഒരു ഇക്കോളയുടെ ബയോളജി സ്റ്റഡി ചെയ്യാൻ പറ്റി അല്ലേ. അതുപോലെ തന്നെ ഇക്കോളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ ബാക്ടീരിയാസിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തു, ആ ഒരു ബയോളജി സ്റ്റഡിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഡേറ്റ വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. For example, researchers have used the genome sequence to identify the genes that are involved in virulence. അപ്പം എന്താ ഈ ഒരു റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ കിട്ടിയ ഡേറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജീനോം സീക്വൻസ് യൂസ് ചെയ്തിട്ട് ഓരോ ജീൻസിനെ ഐഡന്റിഫൈ ചെയ്തു. എന്ത് ജീൻസിനൊക്കെ? ഈ പറഞ്ഞ വിറുലൻസ് ആക്ടിവിറ്റിയിൽ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്ന, അതുപോലെ മെറ്റബോളിസത്തിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ജീൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു. Then the genome of E. coli is relatively compact and contain a relatively small number of genes compared to other organism. അപ്പോൾ ഈ ഒരു ഇക്കോളയുടെ ജീനോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കോമ്പാക്ട് ആയിട്ടുള്ളതായിരിക്കും. അതായത് സ്മോൾ നമ്പർ ഓഫ് ജീൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വേറുള്ള ഓർഗാനിസമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് ജീൻസ് ആയിരിക്കും ഇക്കോളയുടെ കേസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഇറ്റ് ഹാസ് അബൌട്ട് 4,300 പ്രോട്ടീൻ കോഡിംഗ് ജീൻസ് ആസ് വെൽ ആസ് ന്യൂമറസ് നോൺ കോഡിംഗ് RNAs. അപ്പം ഈ ഒരു ജീനോം പ്രൊജക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ജീനോം പ്രൊജക്റ്റിൽ വന്നിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജീനോം പ്രൊജക്റ്റിൽ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വന്നിട്ട് 4,300 പ്രോട്ടീൻ കോഡിംഗ് ജീൻസും ഒരുപാട് നോൺ കോഡിംഗ് RNAസും വന്നിട്ട് ഈ പറഞ്ഞ ഇക്കോളയിൽ വന്നിട്ട് പ്രസന്റ് ആയിട്ടുണ്ട്. ദെൻ ദ പ്രൊജക്റ്റ് വാസ് മേജർ മൈൽ സ്റ്റോൺ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു നമ്മുടെ ജിയോണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിൽ. ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് ഇറ്റ് വാസ് ഫീസിബിൾ ടു സീക്വൻസ് ദ. അപ്പം എന്താ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡായിരുന്നു ഈ പറഞ്ഞ എൻറ്റയർ ജീനോമിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ജീനോം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെ സീക്വൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തി ഒരു പ്രൊജക്റ്റ് വഴി. ദെൻ
Since the completion of Ecoli Genome project, many other bacterial genome have been sequenced. അപ്പോൾ ഈ ഒരു Ecoli Genome project ഫോമായി വന്ന അതിൻ്റെ ഒരു അത് കംപ്ലീറ്റ് ആയതോടുകൂടി നമുക്ക് പുതിയ പുതിയ ബാക്ടീരിയൽ ജീനോം സീക്വൻസിങ് വന്നിട്ട് പോസിബിളായി. അങ്ങനെ ആ ഒരു ഡൈവേഴ്സിറ്റി തന്നെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഹെൽപ്ഫുള്ളായി മാറി. അതായത് എന്തെങ്കിലും എവല്യൂഷൻ, ബാക്ടീരിയൽ വേൾഡിൽ നടക്കുന്ന എവല്യൂഷൻ സ്റ്റഡിക്ക് വരെ ഈ ഒരു ജിനോം പ്രൊജക്ട് ഡേറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ സീക്വൻസിങ് വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം ഇത്രയാണ് overall. The Ecoli Genome project was a landmark achievement that paved the way for many subsequent advances in genomics and microbiology. അപ്പോൾ ഈ ഒരു Ecoli Genome project എന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയായി മാറി. അതുവഴി നമ്മുടെ ജീനോമിക്സ് അല്ലെങ്കിൽ മൈക്രോബയോളജി ആ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് എന്താ പറയുന്നത് സ്റ്റഡീസിനുള്ള സ്കോപ്പും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടായി വന്നു ഈ ഒരു സീക്വൻസിങ് മെത്തേഡ് വഴി അല്ലേ. അപ്പോൾ ഇത്രയാണ് Ecoli Genome project എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ Ecoli Genome project എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കൊളാബറേറ്റീവ് എഫേർട്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് വന്നിട്ട് നമ്മുടെ എൻറ്റയർ ജീനോം, നമ്മുടെ ബാക്ടീരിയ ഇക്കോളയുടെ എൻറ്റയർ ജീനോമാണ് സീക്വൻസ് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1992 എൻഡ് ചെയ്തത് 1997 പിന്നെ നമ്മുടെ Ecoli Genome എന്ന് പറയുന്നത് സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾസ് ആണ് വന്നിട്ടുണ്ടായിരിക്കുക, 4.6 മില്യൺ ബേസ് പേഴ്സിലുള്ളത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഓട്ടോമാറ്റഡ് DNA സീക്വൻസിങ് മെഷീൻസും പിന്നെ മാനുവൽ ക്യൂറേഷൻ ഓഫ് ഡേറ്റ വഴിയുമാണ് ഈ ഒരു സീക്വൻസിങ് നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റാസ് കിട്ടിയ വഴി നമുക്ക് ഇക്കോളയുടെയും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെയും ആ ഒരു ബയോളജി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു റിസർച്ചേഴ്സിന് വന്നിട്ട് ഈ ഒരു ജീനോം സീക്വൻസിങ് വഴി എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ജീൻസ് ദാറ്റ് ആർ റിലേറ്റഡ് ഇൻ വിറുലൻസ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആൻഡ് മെറ്റബോളിസം, ഇതിലെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ജീൻസിൻ്റെ സ്റ്റഡിയും നടത്താൻ പറ്റി റിസർച്ചേഴ്സിന്. അതുപോലെ തന്നെ ഈ ഒരു ഇക്കോളയുടെ ജീനോം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആയിട്ടുള്ള ജീനോം ആയിരിക്കും. അതായത് റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് ജീൻസ് ആയിരിക്കും ഇവർക്ക് പ്രസൻറ്റ് ആയിട്ടുള്ളത് കമ്പയർഡ് ടു അതർ ഓർഗാനിസം. ദെൻ ഇതിൽ വന്നിട്ട് 4300 പ്രോട്ടീൻ കോഡിങ് ജീൻസും ഒരുപാട് നോൺ കോഡിങ് RNA ജീൻസും ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു അല്ലേ. ഏതൊക്കെ ഫീൽഡിലാണ്? നമ്മുടെ ജിനോമിക്സ് ഫീൽഡിൽ വന്നിട്ടൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊജക്റ്റ് ചെയ്ത വഴി നമുക്ക് മനസ്സിലായി, അതായത് ഒരു കോംപ്ലക്സ് ഓർഗാനിസത്തിൻ്റെ എൻറ്റയർ ജീനോം നമുക്കൊരു ഷോർട്ട് പീരീഡിനുള്ളിൽ സീക്വൻസ് ചെയ്തിങ്ങനെ ഡേറ്റ തയ്യാറാക്കാന്നുള്ള ആ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തി. ദെൻ ഈ ഒരു Ecoli Genome പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ വഴി വേറെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബാക്ടീരിയൽ ജീനോംസും സീക്വൻസ് ചെയ്യാം എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടി. അതുവഴി എന്തൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയൽ വേൾഡിൽ തന്നെയുള്ള ആ ഒരു ഡൈവേഴ്സിറ്റിയും എവല്യൂഷനും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റി. അങ്ങനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു Ecoli Genome പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മുടെ ജീനോമിക്സ് അല്ലെങ്കിൽ മൈക്രോബയോളജി ഫീൽഡിൽ വന്നിട്ട് ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഈ പറഞ്ഞ ബാക്ടീരിയൽ വേൾഡിൽ നടക്കുന്ന ആ ഒരു ഡൈവേഴ്സിറ്റിയും എവല്യൂഷനും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ജീനോം പ്രൊജക്റ്റ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു വലിയ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഫീൽഡ് ഓഫ് ജീനോമിക്സ് അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ Ecoli Genome പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ നോട്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചാൽ മതിയാവും നിങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു ജീനോം പ്രോജക്റ്റ് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.